നമുക്കിനി കോഴിക്കോട്ട് നിന്ന് വർഷ ഗിരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. കഴിഞ്ഞ ദിവസമാണ് പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചത്. അത് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ധന വില വർദ്ധിക്കുന്ന സാഹചര്യം വന്നാൽ അത് അവരെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഇത് വളരെ മോശമായി തന്നെ ബാധിക്കും. പൊതുഗതാഗതത്തെ ബാധിക്കും. അങ്ങനെ ആകെ മൊത്തം വരുമാനം താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ. ഇപ്പോൾ ക്രൂഡ് ഓയിലിന് വില വർദ്ധിച്ച സാഹചര്യത്തിൽ അത് ഇന്ധന വില വർധനവിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴേ ആശങ്കയിലാണുള്ളത്. ഇനി എന്താകുമെന്നുള്ള അവസ്ഥയാണ് അവർ ചിന്തിക്കുന്നത്. ഇനി അഥവാ വില വർദ്ധിച്ചാൽ തന്നെ ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ ഇടപെടേണ്ട ഒരു അവസ്ഥ വരും. മുമ്പ് ഇതുപോലെ ക്രൂഡ് ഓയിലിന് 2022 ക്രൂഡ് ഓയിലിന് $130 കടന്നപ്പോൾ സർക്കാർ ഇടപെട്ടിരുന്നു. അതേപോലത്തെ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇനി പോകേണ്ടി വരും. അങ്ങനെ അഥവാ ആ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾ വളരെയധികം ആശങ്കയുണ്ട്. അത് തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നതും. നമ്മൾ നിത്യജീവിതം കഴിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്ന വാടകയും കുറവാണ്, ഇതേ വില ജാസ്തിയാണ്. ജീവിതം മുന്നോട്ട് പോകുന്നത് വളരെ പ്രയാസമാണ്. ആ ഭാഗ്യ വിഷമത്തിലാണ്. കേന്ദ്രം കൂടി ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഞങ്ങൾ ആത്മഹത്യ വക്കിലേക്കാണ് പോകുന്നത്. അതാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. കാരണം അത്രമാത്രം ഒരു വലിയൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ സാധാരണക്കാരായ ജനങ്ങൾ കടന്നു പോകുന്നത്. ക്യാമറാമാൻ അനൂപിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.